നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്തു ചെയ്തു, എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനെ ഇന്ന് നിർത്തിപ്പൊരിക്കുകയായിരുന്നു. AG കോടതിയിൽ നിന്ന് വിയർക്കുന്ന രംഗങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കണ്ടത്. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് ഈ കേസ് എത്തിയത്. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും 4 വർഷമായി ഈ കേസിൽ അടയിരുന്നിട്ടും അതിജീവിതയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടിട്ടും സർക്കാരിന് കേസെടുക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ AG നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ കേസിൽ എന്ത് നടപടികളാണ് ഹൈക്കോടതി കണ്ടെടുത്തത്? അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കാതെ വന്നത് എന്നുള്ള വിവരങ്ങൾ AGയോട് കോടതി ചോദിക്കുകയായിരുന്നു. AG അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പരാതിക്കാരുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് അവർക്കെതിരെ നടന്ന ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പീഡനങ്ങൾക്കും എതിരെ കേസെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും ഒരു പരാതിക്കാരും സർക്കാരിന് പരാതി തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പരാതി തന്നില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിന് സാധിക്കാതെ പോയത് എന്നുള്ള ചോദ്യത്തിന് ഒരു കാരണവശാലും AGക്ക് മറുപടി കൊടുക്കാനുണ്ടായിരുന്നില്ല. കറങ്ങുന്ന ഫാനിന്റെ അടിയിൽ നിന്നുകൊണ്ട് AGക്ക് വിയർപ്പാറ്റുവാൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. പോക്സോ പോലുള്ള കേസിന് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പോക്സോ അല്ലാത്ത കേസുകൾക്ക് എന്തുകൊണ്ടാണ് സർക്കാരിന് കേസെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ സർക്കാരിന്റെ പ്രതിനിധിയായ AG നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തു തന്നെയായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് 4.5 വർഷം അതിന്മേൽ അടയിരുന്ന് ഒരു തരത്തിലുള്ള തീരുമാനവും എടുക്കാതെ ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം വരികയാണെങ്കിൽ കേസെടുക്കാം എന്ന് പറഞ്ഞ സർക്കാരിന്റെ പ്രതിനിധിയെ ഹൈക്കോടതി അറഞ്ചും പുറഞ്ചും തൊഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതെന്ത് സർക്കാരാണ്? എന്ത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത്? ഹൈക്കോടതി പറഞ്ഞാൽ കേസെടുക്കാം എന്ന് പറയുമ്പോൾ പിന്നെ സർക്കാരിന്റെ ജോലി എന്താണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി തുറന്നടിച്ചത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എതിരെ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാതെ സർക്കാർ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുമ്പിൽ സർക്കാരിന്റെ അഭിഭാഷകൻ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ നിമിഷത്തിൽ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു സുപ്രധാനമായ നിരീക്ഷണം കൂടി ഉണ്ടായി. മറ്റൊരു സുപ്രധാനമായ ഉത്തരവ് കൂടി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ സമ്പൂർണമായി തന്നെ സമഗ്രമായ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു. ഇനി ഹൈക്കോടതി ഈ ഉത്തരവ് കാണും, അത് കൃത്യമായി തന്നെ പഠിക്കും. അതിനുശേഷം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനൊടുവിൽ കൃത്യമായി തന്നെ ഇതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാരായാലും തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന്റെ പോലീസിന് കേസെടുക്കേണ്ടതായി വരും. പിണറായി വിജയന് ഇനിയും ഇത്രയും കാലം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് പോലെ യാതൊരു തരത്തിലുള്ള നടപടികൾ എടുക്കാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ട് വള്ളി പുള്ളി വിടാതെ കൃത്യമായി തന്നെ സമഗ്രമായ സമ്പൂർണമായ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയുടെ മുൻപിൽ എത്തിക്കണം എന്ന് തന്നെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഉത്തരവിട്ടത്. എന്തുകൊണ്ടാണ് ഇതുവരെയും റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് അത് ഒരു ജുഡീഷ്യൽ എൻക്വയറി ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മിറ്റി ആയിരുന്നില്ല എന്നാണ് AG പറഞ്ഞത്. ഒരു സാധാരണ കമ്മിറ്റി മാത്രമായിരുന്നു എന്നാണ് AG പറഞ്ഞത്. എന്ത് കമ്മിറ്റി ആയാലും ഒരു കുറ്റം നടന്നു എന്ന് പറയുമ്പോൾ ആ പീഡനത്തിനോ കുറ്റത്തിനോ ഇരയായ ഒരാൾ തെളിവുകൾ സഹിതം പറയുമ്പോൾ ഒരു പൗരൻ എന്ന രീതിയിൽ അതിൽ നിയമപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിന്മേൽ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ കണ്ണടച്ചു നിൽക്കുവാൻ, നിയമ നടപടികൾ കൈക്കൊള്ളുവാൻ സർക്കാരിന് സാധിക്കാതെ പോയത് എന്ന് ഹൈക്കോടതി വടിയെടുത്ത് ചോദിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകന് കോടതിയിൽ തലങ്ങും വിലങ്ങും ഓടി നടക്കാനേ പറ്റിയുള്ളൂ. എന്തു തന്നെയായാലും ഹൈക്കോടതി ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ പഠിക്കും. റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ച ശബ്ദരേഖകൾ പോലുള്ള തെളിവുകളും ഹൈക്കോടതി പരിശോധിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും നാളും ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന പിണറായി വിജയനും കൃത്യമായി തന്നെ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഹൈക്കോടതി വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നു. എന്ത് തന്നെയായാലും ഈ കേസ് തേച്ചുമാച്ച് മൂടിക്കളയാൻ ശ്രമിച്ച സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഇനി കോടതിയിലെത്തി കൃത്യമായി തന്നെ കോടതിയോട് ബോധിപ്പിക്കേണ്ടതായി വരും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നടപടി എടുക്കാതിരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതോടുകൂടി
ഈ വിഷയത്തിൽ ആരൊക്കെയാണോ പീഡനത്തിന് ഇരയായത് സിനിമാ മേഖലയിൽ സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള നടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരും അടക്കമുള്ള സാങ്കേതിക പ്രവർത്തകരും അടക്കമുള്ള ആളുകളിൽ നിന്ന് ലൈംഗിക ചൂഷണം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണോ അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകേണ്ടി വന്നത് അവർക്ക് കൃത്യമായി തന്നെ ഇനി ഹൈക്കോടതിയുടെ ഇടപെടലുകൾ കൊണ്ട് നീതി കിട്ടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അക്കൂട്ടത്തിൽ ഈ കാലമെത്രയും ഈ റിപ്പോർട്ട് മൂടിവെച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാനുമെല്ലാം നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.